ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായുള്ള 13ാമത്തെ ക്ലാസ്സിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും മഹത്തരമായ പദം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അമ്മ എന്ന പദം. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന ആദ്യത്തെ വാക്കാണ് അമ്മ എന്ന വാക്ക്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും ഒക്കെ അർഹിക്കുന്ന വ്യക്തിയും അമ്മ തന്നെയാണ്. കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഒരു കഥ കേട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ? രാജാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി രാജകൊട്ടാരത്തില് ഒരുപാട് ആൾക്കാര് തടിച്ചുകൂടി. തന്റെ ജന്മദിനം ആഘോഷിക്കാൻ എത്തിയവർക്ക് വേണ്ടി രാജാവ് ഒരു സമ്മാനം പ്രഖ്യാപിച്ചു. രാജകൊട്ടാരത്തിലെ ഏതൊരു വസ്തുവിൽ നിങ്ങൾ തൊടുന്നുവോ ആ വസ്തു നിങ്ങൾക്ക് സ്വന്തം. പലരും പലതും സ്വന്തമാക്കുന്നതിനു വേണ്ടി ഓടി നടന്നപ്പോൾ കൂട്ടത്തിൽ ഒരു മിടുക്കൻ ഓടി വന്ന് രാജാവിനെ അങ്ങ് തൊട്ടു. അതോടെ രാജാവും രാജാവിനുള്ളതുമെല്ലാം അവന് സ്വന്തമായി. അവൻ സന്തോഷം കൊണ്ട് മതിമറന്നാടി. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോയെ സ്വന്തമാക്കുന്നവർക്ക് കിട്ടുന്ന സൗഭാഗ്യമാണിത്. ഈശോയും ഈശോയ്ക്കുള്ളതുമെല്ലാം അവന് സ്വന്തം. ദൈവപുത്രന്റെ മാതാവ് എന്ന പദവിയിലൂടെ ദൈവത്തെ സ്വന്തമാക്കിയ, ലോകത്തിന്റെ മുഴുവൻ അമ്മയായി മാറിയ, അമ്മമാരിൽ ഏറ്റവും ശ്രേഷ്ഠയായ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അമ്മയുടെ തണലിൽ വളരാം എന്നാണ് നാം പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിന്റെ പേര്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അമ്മമാരിൽ ഏറ്റവും ശ്രേഷ്ഠയായ അമ്മയായി മാറിയത്? ദൈവപുത്രന്റെ അമ്മയാകാൻ യോഗ്യത നേടിയത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ അമ്മമാരിൽ ഏറ്റവും ശ്രേഷ്ഠയായ അമ്മയായി മാറിയത്. മക്കളെ, പരിശുദ്ധ അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മൾ അമ്മയെ ഒരു പേര് വിളിക്കുമല്ലോ, മാതാവ് എന്നല്ലേ? മാതാവിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മാതാവ് അമലോത്ഭവയാണ്. എന്താണ് ഈ അമലോത്ഭവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ആദ്യ മാതാപിതാക്കന്മാരായ ആദവും ഔവയും പാപം ചെയ്തത് മൂലമാണ് ഈ ലോകത്ത് ജന്മപാപം ഉണ്ടായതെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരിലേക്കും പ്രവഹിച്ച ജന്മപാപത്തിൽ നിന്ന് ദൈവം മറിയത്തെ പ്രത്യേകം കാത്തു സംരക്ഷിച്ചു എന്നാണ് അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തിന്റെ അർത്ഥം. ദൈവപുത്രന്റെ അമ്മയാകേണ്ടവളെന്ന് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളതിനാല് ജന്മപാപമില്ലാതെയാണ് മറിയം ഈ ലോകത്തിലേക്ക് പിറന്നു വീണത്. 1854 ഡിസംബർ 8-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പ അവാച്യനായി ദൈവം എന്ന തന്റെ ചാക്രിക ലേഖനത്തിലൂടെ മറിയത്തിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാ വർഷവും ഡിസംബർ 8-ാം തീയതി നാം മാതാവിന്റെ അമലോത്ഭവ തിരുനാള് ആഘോഷിക്കുന്നുണ്ട്. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിന്റെ ജനന തിരുനാളും ഓഗസ്റ്റ് 15-ാം തീയതി സ്വർഗാരോഹണ തിരുനാളും ഒക്കെ നാം കൊണ്ടാടാറുണ്ട്. എന്താണ് സ്വർഗാരോഹണ തിരുനാൾ എന്ന് നിങ്ങൾക്കറിയാമോ? പാപരഹിതയായ മറിയം തന്റെ മരണശേഷം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ അനുസ്മരണയ്ക്കായിട്ടാണ് നാം മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാള് ആഗസ്റ്റ് 15-ാം തീയതി ആഘോഷിക്കുന്നത്. മക്കളെ, ദൈവം നമ്മളെ എങ്ങനെയാ സൃഷ്ടിച്ചത്? സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമല്ലേ? സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മക്കള് പാപം ചെയ്ത് തന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ മക്കളെ വീണ്ടും തന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വന്തം പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രന്റെ അമ്മയായി സാധാരണക്കാരിൽ സാധാരണക്കാരിയായ മറിയത്തെ തെരഞ്ഞെടുത്തു. രക്ഷകന്റെ വരവും കാത്തിരുന്ന അനേകായിരങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം മറിയത്തെ വിളിച്ചു. ദൈവപുത്രന്റെ മാതാവ് എന്ന പദവി നൽകി. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വിളി സ്വീകരിച്ച മറിയം അതുവഴിയായി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അമ്മയായി മാറുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, മാതാവിന്റെ ജീവിതം ഒരുപാട് സങ്കടങ്ങളിൽ കൂടിയും പരീക്ഷണങ്ങളിൽ കൂടിയും ഒക്കെയാണ് കടന്നുപോയത്. രാജാതിരാജനായ ഈശോയെ പ്രസവിക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടാതെ അലഞ്ഞതും, അവസാനം മരം കോച്ചുന്ന തണുപ്പില് ബത്ലഹേമിലെ കാലിത്തൊഴുത്തില് ഈശോയ്ക്ക് ജന്മം നൽകിയതും,
ഹെറോദേസ് രാജാവിന്റെ വധഭീഷണിയെ തുടർന്ന് ഉണ്ണിയായ ഈശോയുമായിട്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടതും അവസാനം കാൽവരിയില് സ്വന്തം മകന്റെ സഹനങ്ങൾക്കും മരണത്തിനുമൊക്കെ സാക്ഷിയാകേണ്ടി വന്നതും ഏതൊരമ്മയ്ക്കാണ് ഇതൊക്കെ സഹിക്കാൻ കഴിയുക? എന്നിട്ടും പരിശുദ്ധ അമ്മ എല്ലാം സഹിച്ചു. ഈ സഹനങ്ങളെല്ലാം ദൈവത്തിന് തന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് അവള് കണ്ടു. തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു. മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ പലതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറില്ലേ? എന്തിനെ കുറിച്ചൊക്കെ ഓർത്താണ് നാം സങ്കടപ്പെടാറുള്ളത്? നമ്മുടെ കുറവുകളെ ഓർത്ത്, നമ്മുടെ ബലഹീനതകളെ ഓർത്ത്. എനിക്ക് അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ ആകാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഈശോയ്ക്ക് വേണമെങ്കിൽ രാജകൊട്ടാരത്തില് രാജാവിന്റെയും രാജ്ഞിയുടെയും മകനായിട്ട് വന്ന് പിറക്കാമായിരുന്നു. പക്ഷെ ഈശോ എവിടെയാ വന്ന് പിറന്നത്? വെറും ഒരു കാലിത്തൊഴുത്തില്. ആരായിരുന്നു ഈശോയുടെ അമ്മ? സാധാരണക്കാരിൽ സാധാരണക്കാരിയായ മറിയം, വളർത്തു പിതാവോ മരപ്പണിക്കാരനായ യോസേഫ് പിതാവ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് എന്തുമാത്രം കുറവുകൾ ഉണ്ടെങ്കിലും, എന്തുമാത്രം ബലഹീനരാണ് നമ്മളെങ്കിലും, ഈ കുറവുകളോടും ബലഹീനതകളോടും കൂടെ നമ്മെ സ്വീകരിക്കുന്നവനാണ്, നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന്. നമ്മുടെ കുറവുകളെല്ലാം നമ്മുടെ ഈശോയ്ക്ക് സ്വർഗം ചായിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കൂട്ടുകാരനായി ഇറങ്ങി വരാനുള്ള ചവിട്ടുപടികളായിട്ട് നിങ്ങൾ കരുതണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഡോൺ ബോസ്കോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മാതാവിന്റെ വലിയൊരു ഭക്തനായിരുന്നു ഡോൺ ബോസ്കോ. എല്ലാ ദിവസവും 3 നേരം മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഡോൺ ബോസ്കോയുടെ അമ്മ അവനെ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലുടനീളം മാതാവിന്റെ സഹായവും സംരക്ഷണവും ഒക്കെ കിട്ടിയിരുന്നു. അതുപോലെ നിങ്ങളും എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യഘട്ടങ്ങളിലും മാതാവ് നിങ്ങളുടെ സഹായികയും സംരക്ഷകയും ഒക്കെ ആയിരിക്കും. മാതാവിനോടുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. മാതാവിനോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജപമാല അഥവാ കൊന്ത നമസ്കാരം. സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ദുഃഖത്തിന്റെയും മഹിമയുടെയും രഹസ്യങ്ങളാണ് ജപമാലയിൽ നാം ചൊല്ലാറുള്ളത്. ഈ രഹസ്യങ്ങളിലൂടെയൊക്കെ ഈശോയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നാം ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രഹസ്യങ്ങളെല്ലാം മാതാവിനെ കുറിച്ചുള്ള അനുസ്മരണങ്ങളുമാണ്. നിങ്ങളൊക്കെ എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്കറിയാം ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് കൊന്ത നമസ്കാരം ഒന്നും കാണാപ്പാടം അറിയത്തില്ലെന്ന്. അതൊന്നും സാരമില്ല. മാതാപിതാക്കളുടെ സഹായത്തോടെ പുസ്തകമൊക്കെ നോക്കി നിങ്ങൾ കൊന്ത ചെല്ലണം കേട്ടോ. അതുപോലെ ഇതുപോലുള്ള അവധിക്കാലത്ത് കൊന്ത നമസ്കാരവും മറ്റു പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾ മനഃപ്പാടമാക്കണം. മാതാവിനോടുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. മാതാവിനോടുള്ള ആദരവാണ് ഈ പ്രാർത്ഥനയിലൂടെ നാം പ്രകടമാക്കുന്നത്. മാതാവ് എങ്ങനെയാണ് നന്മ നിറഞ്ഞവളാകുന്നത്? ഈശോ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ടാണ് മാതാവ് നന്മ നിറഞ്ഞവളാകുന്നത്. പരിശുദ്ധ രാജ്ഞി, എത്രയും ദയുള്ള മാതാവേ തുടങ്ങി ഒരുപാട് പ്രാർത്ഥനകള് നാം മാതാവിനോട് ചെല്ലാറുണ്ട്. ഇതൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. നമുക്ക് എല്ലാവർക്കും മാതാവിനെ ഒരുപാട് ഇഷ്ടമാ. പക്ഷെ മാതാവ് ഒരിക്കലും നമ്മുടെ ലക്ഷ്യമല്ല കേട്ടോ. നമ്മുടെ ലക്ഷ്യവും കേന്ദ്രവും എല്ലാം ഈശോയാണ്. ഈശോയിലേക്ക് എത്താനുള്ള വഴികാട്ടിയാണ് മാതാവ്. മാതാവിനോടുള്ള പ്രാർത്ഥനകളെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുന്ന മാതാവ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞ് ഈശോയുടെ അടുത്ത് നിന്ന് സാധിപ്പിച്ചു തരും കേട്ടോ. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. എന്റെ സ്വരം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നു തന്നാല് ഞാൻ അവരുടെ അടുത്തേക്ക് വരും. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. മറിയത്തിന്റെ ഹൃദയവാതിലിൽ മുട്ടിയ ഈശോയ്ക്ക് ഒട്ടും കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഈശോ വസിക്കുന്ന ആലയമായി അവൾ മാറി. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞു മക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയവാതിക്കല് ഈശോ വന്ന് മുട്ടുന്നുണ്ട്. മറിയത്തെ പോലെ ഈശോ വസിക്കുന്ന ആലയങ്ങളായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കുഞ്ഞു മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ അതിനുള്ള കറക്റ്റ് ഉത്തരം എനിക്ക് തരണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തില് ഏറ്റവും ഇഷ്ടം ആരെയാ? അപ്പായെയും അമ്മയെയും എന്നൊക്കെ നിങ്ങൾ പറയും. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ അമ്മയല്ലേ? അപ്പാമാർക്ക് അത് അറിയാം, എങ്കിലും അവർക്ക് പരിഭവമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള നിങ്ങളുടെ അമ്മയെ വേറെ ആർക്കെങ്കിലും കൊടുക്കാന് നിങ്ങൾ തയ്യാറാകുമോ?
ഒരിക്കലുമില്ല. അപ്പൊ ഈശോ ചെയ്തതോ? ഈശോ അത്രയ്ക്ക് സ്നേഹിച്ച ഈശോയുടെ അമ്മയെ നമുക്കെല്ലാം അമ്മയായിട്ട് തന്നില്ലേ? എന്തിനായിരിക്കും ഈശോ സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായിട്ട് നൽകിയത്? നമ്മുടെ വീട്ടില് നമുക്കൊരാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നേരിട്ട് അപ്പാമാരോട് ചോദിക്കാന് നമുക്കൊരു മടി കാണത്തില്ലേ? അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നത്? പതുക്കെ അമ്മയുടെ അടുത്തോട്ട് ചെന്ന് അമ്മയെ സോപ്പിട്ട് അമ്മ വഴിയായി നമ്മുടെ ആവശ്യം അപ്പാമാരെ അറിയിക്കും. അങ്ങനെ അപ്പാമാര് നമ്മുടെ ആവശ്യം നിറവേറ്റി തരും. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടി ഈശോനാഥൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാ. സ്വന്തം ജീവൻ വരെ നമുക്ക് ബലിയായി നൽകിയ ഈശോയും ഈശോ നൽകിയ വലിയ സമ്മാനമായ പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പലതിനെയും കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത്? ഇവരോട് രണ്ടുപേരോടും കൂട്ടുകൂടി നമുക്കങ്ങ് ജീവിച്ചാ മതിയില്ലേ? കുഞ്ഞു മക്കളെ, ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയുടെ സ്നേഹത്തണലില് അമ്മയുടെ പുന്നാര മക്കളായിട്ട് നമുക്ക് ജീവിക്കാം. അമ്മയെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്റെ ഈശോയെ, ഒരുപാട് കുറവുകളും ബലഹീനതകളും പരിമിതികളും പരിധികളും ഒക്കെയുള്ള സാധാരണ മനുഷ്യരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ കുറവുകളിലേക്കും ബലഹീനതകളിലേക്കും ഒക്കെ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ അങ്ങ് കടന്നു വരുമ്പോൾ മാതാവിനെ പോലെ അങ്ങയുടെ കരം ദർശിക്കുവാനും ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പറയുന്നു, ദേവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. അതേ കൂട്ടുകാരെ, ദേവമാതാവിനെ കൂട്ടുപിടിച്ചാൽ സ്വർഗത്തിലേക്ക് എത്തിച്ചൊരു എളുപ്പമാവും. പരിശുദ്ധ നീരാങ്കിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അമ്മേ, ഞങ്ങളെ കാത്തോളണമേ. എത്രയും ദൈവമുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസം അപേക്ഷിച്ചവരിൽ ഒരുവിനെങ്കിലും നീ ഉപേക്ഷിച്ചാൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ അഗ്നിയകനിയെ ദൈവമുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്നെന്നു വിലപിച്ച കണ്ണീരിന്റെ പാപിയായ ഞാൻ നിന്റെ കാത്തുകൊണ്ട് നിന്നെ സന്നിധിക്കുന്നു. അവതരിച്ച പദത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കരുത്. ദയാപൂർവ്വം കേട്ടുള്ളമേ. ആമേൻ. പരിശുദ്ധയാക്കി കന്യയുടെ മാതാവേ സൃഷ്ടി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സൃഷ്ടി. ഹൗവയുടെ പുനരപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും ആദരവും നിറഞ്ഞ കന്യാമറിയമേ. ആമേൻ. മക്കളെ, ഇന്നത്തെ ഹോംവർക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ ഹോംവർക്ക് ജപമാലയിലെ പ്രകാശത്തിന്റെ രഹസ്യങ്ങള് മാതാപിതാക്കന്മാരോട് കൂടെ ഇരുന്ന് ഭയഭക്തിയോടെ ചൊല്ലി മാതാവിന് കാഴ്ചവെക്കണം. അതാണ് കേട്ടോ. See anything? Don't be afraid. I won't hurt you. Come here to me, won't you? Come closer. There, that's better.
You're not frightened now, are you? No. Where does your excellency come from? I am from heaven. Who are you talking to, Lucia? A lady. I don't see her. Where is she? Here, on the little tree. Don't you hear her? No. Tell him to say the rosary. Then he will see me. She says to say the rosary, Francisco. What is it you want of me? I come to ask you to come here for 6 months in succession, on the 13th day at the same hour. Then I will tell you who I am and what I want. Shall I go to heaven? Yes, you will. And Jacinta? Also, And Francisco? yes, but he will have to say many rosaries. Lucia! I can see her now. I see her plain. Do you wish to offer yourself to God, to endure all the suffering he may please to send you, to help atone for the sins by which he is offended, and to ask for the conversion of sinners? Shall we? Yes, we do. Yes, my lady. Then you will have much to suffer, but the grace of God will be your comfort. My God, my God. I love you in the most blessed sacrament. Say the rosary every day to obtain peace for the world and to end the war. The beautiful lady is gone. But she'll come back. She said so. Didn't she, Lucia? Don't talk. It's too wonderful. May you be strong and blessed. They have no more wine. I am innocent of the blood of this just person. My beautiful queen, my lady, my great... Easy there. With conviction. Why, yes, Mary gave birth to Jesus. She is mother. A church without Mary is an orphanage. With her help, Jesus can be born and grow within you. Mary leads you to God with patience and tenderness, so he can undo the knots in your life with the mercy of a father. She accompanies you. She was always Jesus' disciple, and she let herself be guided by his word. She kept his same feelings and attitude. A mother cares for her child, fights to save them till the very end. She weighs upon your conscience at every moment.
She brings Jesus from heaven to live with you. She cares for you, counsels you, and is always close. But isn't all this devotion a little much for just a mother? No one can live without their mother. One might know Jesus very well, but nobody can truly say they're mature enough to do without Mary. Without her maternity, only rigidness and discipline remain. There's no joy. She protects you and defends in moments of spiritual turbulence and takes us in under her mantle. Your life is not adrift without a path, even if it has moments of uncertainties and suffering. There is a goal. The Father's house awaits you with love. Mary invites us to go out, to have an open heart, to get involved with others, to keep hope alive, and to be a sign of reconciliation. She invites you to be a revolution of tenderness. Christ and his mother are inseparable. There are those who are ashamed of the Virgin Mary. They don't speak of her with love. Jesus was never ashamed of the Virgin Mary because he was never ashamed of his mother. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല.